പ്രൊമോഷൻ കൊടുത്തിട്ട് നമ്മൾ മ്യൂസിക് കൊള്ളത്തില്ല, ഒരു കുന്തവും കൊള്ളത്തില്ല, കാര്യമായിട്ട് കൊള്ളത്തില്ല കേട്ടോ. ടോട്ടലി ഭയങ്കര ലാഗടിക്കും. കങ്കുവ അലയ്ക്കുന്നതല്ലാതെ വേറൊന്നുമില്ല. കൂടിപ്പോയി 1, 2, 3 ദിവസം അഭിപ്രായമാണ് ഇവിടുത്തെ കേസ്. അവിടെയൊക്കെ എങ്ങനെ ഇവിടെ ഇപ്പം അല്ല നമ്മൾ മാക്സിമം അല്ല പറയുക. അത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഈ കൊടുത്തൊരു സൂര്യ കൊണ്ട് ഒരു രക്ഷയില്ല. സൂര്യ കിടിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കഥ ശിവ പാസം വിട്ട് ഒരു പിടിയില്ല. അണ്ണാത്തെ ഇത് പോയിട്ടില്ല എന്ന് തോന്നുന്നു. കമ്പാക്ക് പക്ഷേ എന്ത് പറയാ, സൂര്യ ബെസ്റ്റ്. സൂര്യയെ കൊണ്ട് ഇതല്ല, ഇതിനപ്പുറവും ചെയ്യാൻ പറ്റി. സൂര്യയെ കാണാൻ വേണ്ടി വരാം. അത്രേ ഉള്ളൂ. സൂര്യയെ കാണാൻ വേണ്ടി സൂര്യ ബെസ്റ്റ് ആണ്. അയ്യോ കൊള്ളൂല. പടം ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞൊക്കെ തിരിച്ചെടുത്ത് കൊള്ളൂല. ബെസ്റ്റ് പടം. എങ്ങനെയാണ് ഒരു മേക്കിംഗ് വൈസ് ഒരു ഫസ്റ്റ് ഹാഫേ ഉള്ളൂ, ഒന്നും ഇല്ല ബ്രോ, കൊള്ളൂല. എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് വെറുതെ 2.5 വർഷം പുള്ളി സിനിമയുടെ തുടങ്ങി കുറച്ചൊരു അരമണിക്കൂർ സത്യം പറഞ്ഞ വെറുപ്പിക്കലിന്റെ ഒരു ഘോഷയാത്രയാണ്. നമ്മുടെ യോഗി ബാബു, പിന്നെ നമ്മുടെ റെഡിങ് എക്സ്ലി നിർത്തുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ റെഡിങ് സിംഗിളിന്റെ വണ്ടി എന്നെ മോന്ത പിടിച്ചു. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പീരായിരുന്നു അത്. റെഡിങ് കിങ്സ്ലി അവൻ എന്താ ശരിക്കും പുള്ളിയുടെ എന്താണ്? നമ്മളൊരു സിനിമാ പ്രേമിയാണ്, പക്ഷെ പടം ഒട്ടും കൊള്ളൂല. എന്താണ് കൊള്ളാത്ത കാരണം? എന്താണ് ഒട്ടും കൊള്ളൂല? സൂര്യയും കൊള്ളൂല, ശിവ ഞാനൊരു സൂര്യ ഫാനാണ്. ഞാൻ മാക്സിമം നല്ല പ്രതീക്ഷിച്ച് വന്നതാണ്. പക്ഷെ ശിവയുടെ സ്ക്രിപ്റ്റ് ശിവ വിശ്വസിക്കില്ല. ഇനി അടുത്ത സൂര്യയുടെ മറ്റേ കാർത്തിക് സൂര്യന്റെ പടം തന്നെ നമുക്ക് രക്ഷയുള്ളൂ. കമ്പാക്ക് എനിക്ക് തോന്നണില്ല. നമ്മൾ 2.5 വർഷം കാത്തിരുന്നിട്ട് ഈ ശിവ ഇത് എന്തോന്ന് പണി വെച്ചേക്കുന്നത്. ആ പുള്ളീനെ 2.5 വർഷം വേറൊരു പടത്തിന് കമ്മിറ്റ് ചെയ്യാണ്ട് പണി വെച്ച പടമാണ്. ഇവിടുന്ന് കാവടി തുള്ളി പോയപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇതുപോലത്തെ ഒരു ട്രാജഡി ആയിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. 1020 മിനിറ്റ് ശിവയുടെ സ്ഥിരം പണ്ണല്, ഫുൾ കോമഡി, ക്രിഞ്ച് കോമഡി ഒക്കെ ഇറക്കിയിട്ട് ഫുള്ള് വലിപ്പിച്ചിട്ടുണ്ട്. 2 പേരൊക്കെ ഇറക്കി പോയി തിയേറ്ററിൽ നിന്ന്. അത് കണ്ടിട്ട് വിഷ്വല്, ക്യാമറ ക്വാളിറ്റി, സൂര്യയുടെ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവല്. ഇത് പറയണ്ടേ, ഇന്ത്യൻ ഫിലിമിലെ ഡയറക്ടേഴ്സൊക്കെ കണ്ണും തുറന്ന് വായം പൊത്തിയിരുന്നായിരിക്കും ഈ സിനിമ കാണാവുന്നത്. എൻ്റെ അടുത്തിരുന്ന കണ്ണു പൊത്തിരുന്ന സിനിമ ഉണ്ട്. ഡയറക്ടർമാരും പ്രൊഡ്യൂസറും നടന്മാരും നമ്പരുത് ഗൈസ്. നമ്പി കഴിഞ്ഞാൽ ഇതുപോലെ മൂഞ്ചും. ഇത് എന്ത് പടം ഉണ്ടാക്കി വെച്ചിരുന്നു. ഞാനതിന് മോഹൻലാൽ ഫാനാണ്, സൂര്യ ഫാനാണ് രണ്ടുപേരും. അപ്പൊ ആദ്യമായിട്ട് വീട്ടിൽ അനിയൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഡേയ് ആടാ പടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ. ഗൈസ് ഇതെന്റെ അനിയനാണ്. എല്ലാ വീട്ടിലും കാണും ചേട്ടനേക്കാളും ഹൈറ്റുള്ള ഒരു അനിയൻ. അത് ഈ തെണ്ടിയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് സിനിമ, അല്ലാണ്ട് പടം പൊട്ടിയാൽ കളക്ഷൻ കയറി എന്നൊന്നും ഞങ്ങൾ പറയൂല. പടം നല്ലതാണെന്ന് പറയും. പടം പൊട്ടി തന്നെ പറയും. എന്നെ അപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാൻ റിവ്യൂ അറിയാം. ഫസ്റ്റ് ഇവിടെയാണ്, നാട്ടിൽ പോകില്ല. 12 മണിക്ക് ഫസ്റ്റ് റിവ്യൂ നമ്മൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യും. ചലോ ഞങ്ങൾ 4 പേരുടെ ദേഷ്യം വന്നിട്ടുണ്ട്. എന്ത് പറയാനാ ഗൈസ്, വിഷമം വന്നിട്ട് പാടില്ല അല്ലേ? യെസ് ഗൈസ്, സത്യം. സൂപ്പർ അടിപൊളി. സൂര്യ അടിപൊളിയാണ്, പെർഫോമൻസ് അടിപൊളിയാണ്. 10 വയസ്സില്ല ദുരന്തം എന്നൊക്കെ പറഞ്ഞ ഭൂലോക ദുരന്തം പറഞ്ഞതെല്ലാം തിരിച്ചെടുത്ത കേട്ടോ. വേറെ ഒന്നും പറയാനില്ല. ഇവരൊന്നിച്ചു രണ്ടുപേരും സൂപ്പർ അടിപൊളി പടം, കച്ചറ പടം. പ്രതീക്ഷയൊക്കെ പോയി സത്യമായിട്ടും. രാവിലെ വന്ന ഫസ്റ്റ് ഷോയ്ക്ക് വന്ന ഒരു സുഖം അങ്ങ് പോയി. പടത്തിന്റെ കാണിച്ചൊരു ഇതൊന്നും കിട്ടി. പടം നല്ലതായിരുന്നു. പക്ഷെ ഇതാണ് രാവിലെ 4 മണിക്ക് വന്ന് പാസം കണ്ടതിന്റെ ഒരു വിഷമമുണ്ട്. അതേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. പടം മേക്കിംഗ് വല്ലാത്തൊരു വായായി പോയി. സീരിയസ്ലി രാവിലെ 5:30 എണീറ്റിട്ട് സിനിമ കാണാൻ പോകേണ്ട വല്ല ആവശ്യം ഉണ്ടാകുമ്പോൾ ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു. ഞാൻ മെയിനായിട്ട് സൂര്യയുടെ തള്ളു കേട്ടിട്ടാണ് ഈ സിനിമ കാണാൻ പോയത്. കാര്യം അത്തരത്തിലുള്ള തള്ളായിരുന്നു ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് സൂര്യ വന്നിരുന്നു പറഞ്ഞത്. സാധാരണ സൂര്യയുടെ സിനിമകളെ പറ്റി ഇങ്ങനെ തള്ളാറില്ല. പക്ഷേ ഇത് പുള്ളിയുടെ ഏറ്റവും വലിയ പടമാണെന്ന് തോന്നുന്നത്. 300-350 കോടി രൂപ കൊണ്ട് ചിലവാക്കി എടുത്ത പടമാണ്. അന്നേരം പുള്ളി തള്ളിയതായിരിക്കും ഇവിടെ. അജാതി തള്ളായിരുന്നു. ഇത് തള്ളു മാത്രമാണെന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. ഗൈസ് സിനിമ 24 എന്ന് പറയുന്നൊരു മൂവി ഉണ്ടായിരുന്നല്ലോ, അതായിരുന്നു.
അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. വല്ലാത്തൊരു പോക്കായിപ്പോയി. കം ടു ദ മൂവി ഒന്ന് മാറ്റിയിട്ട് വല്ല അലറൽ എന്ന് വല്ലതും ഇടുന്നതായിരിക്കും നല്ലത്. മൊത്തം അലറലാണ്. കാര്യം വരുന്നവനും പോകുന്നവനും എല്ലാവരും അറിഞ്ഞാൻ പുറഞ്ഞും അലറിക്കൊണ്ടാണ് ഇതിനകത്ത്. അത് തന്നെ ഭയങ്കര അരോചകമാണ് കേട്ടോ. ഇത് മോട്ടിവേഷൻ ആണെങ്കിലും അലറൽ, ദേഷ്യമാണെങ്കിലും അലറൽ, സ്നേഹം കാണിക്കുന്നതാണെങ്കിലും അലറൽ, മൊത്തത്തിലൊരു അലറൽ സെറ്റപ്പാണ് ഇതിന്. പിന്നെ ഇതിൻ്റെ ഒരു ഇതിവൃത്തത്തിലേക്ക് വരുവാണെങ്കിൽ ഒരു അച്ഛൻ മകൻ ബന്ധം, അല്ലെങ്കിൽ ഒരു നമ്മുടെ സൂര്യയും ഒരു കൊച്ചും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഗൈസ് കാണുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ മഗധീരയൊക്കെ ഉണ്ടല്ലോ, മഗധീരയുടെയൊക്കെ ഒരു അച്ഛൻ മകൻ വെർഷൻ, അതാണ് ഈ സംഭവം. ഈ പടം തുടങ്ങി ഒരു 5 മിനിറ്റ് ആകുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഈ സാധനം എന്തുവാണ്. തുടക്കം തന്നെ ഇല്ല. ദിശാപട്ടിണി ഉണ്ടല്ലോ, ദിശാപട്ടിണി, ആ പട്ടിണിയെ കാണിച്ചുകൊണ്ടാണ് എൻ്റെ പൊന്നടാവേ എന്തൊരു ക്രിഞ്ചാണോ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോട്ട അവസ്ഥ തന്നെ. അമ്മാതിരി അളിഞ്ഞ് എന്തിനാണ് ഈ സാധനത്തിലേക്ക് വിളിച്ചിവിടെ കൊണ്ടെത്താൻ. പ്രതീക്ഷയോടെയാണ് നമ്മൾ സൂര്യ ഫാൻസ്, നമ്മൾ വൻ പ്രതീക്ഷയോടെയാണ് സിനിമ കാണാൻ രാവിലെ വന്നത്. അപ്പം നമ്മുടെ പറഞ്ഞാൽ മൊത്തത്തിൽ നെഗറ്റീവാണ്. കാരണം ഈ ഒരു 2024 അതിൽ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ സൂര്യ അണ്ണന് വേണ്ടി മാത്രം ഈ സിനിമ കണ്ട് വിജയിക്കും. അതുകൊണ്ട് ഈ പടം വിജയിക്കും. അണ്ണൻ്റെ മുഖം ഉള്ളതുകൊണ്ട് വിജയിക്കും. ഡയറക്ടർ വാങ്ങിച്ചു ഒടിയൻ പോലെ പടം കാണാൻ വൻ പ്രതീക്ഷയോടെയാണ് വരുന്നത്. അപ്പോൾ അവരെ ഇങ്ങനെ നിരസിക്കരുത്, വിഷമിപ്പിക്കരുത്, ഇത്രേ പറയാം. படம் எடுக்கிறானுங்க டைரக்டர்ன்ற பேர்ல சிவான்றவன் யாருங்க அந்த டைரக்டர்? அவன் அது கையில கிடைச்சா கொண்டுவேன். என்னடா நாங்களாம் நான் முட்டாளாடா படம் பாக்குறதுக்கு? ரத்தம்லாம் கொதிக்குது. விஷுவல் 3D எஃபெக்ட் ஒரு மண்ணும் இல்ல. உங்களுக்கு இந்த படத்துல பிடிச்சது என்ன? பிடிச்சதா முட்டா ஸ்கிரீனை கிழிச்சிட்டு போயிட்டு இருப்போம் நாங்களாம். கண்ணாடி போட்டிருக்கேன். நீ வேற வந்து இந்த டாக்டர் கிட்ட தாங்க போய் கண்ணாடி போட்டு வரணும். டாக்டர் கிட்ட போயிட்டு வேணா கண்ணாடி போட்டு வந்து இந்த 3D படம் பார்க்கலாம். வேற என்ன கேள்வி சார்? என்ன சார் எவ்வளவு கோடி செலவு பண்ணாலும் படம் பார்க்கணும்ல, படம் பார்க்க மக்கள் உட்காரணும்ல. யாரா ஒரு மக்களாவது உருப்படியா நல்லா இருக்குன்னு சொல்லுங்க, ஒத்துக்கிறேன். இந்த படமா இது இந்த மாதிரி என்னது? நானும் ஒரு சினிமா சம்பந்தப்பட்டவன் தாங்க. இப்படி இவ்வளவு கேவலமாலாம் படம் எடுத்துக்கிட்டு மக்களை வந்து பைத்தியக்காரத்தனமா ஆக்கக்கூடாது. ஆதங்கம் தாங்க முடியல என்னால எல்லாம். ரத்தம் எல்லாம் கொதிக்குது, அப்படியே தலையில அடிச்சுக்கலாம் போல இருக்கு. அப்படியே രത്നാശൻ കീ ജയ്, രത്നാശൻ കീ ജയ് എന്ന് പറഞ്ഞിട്ട് ജയ് വിളിക്കും. എന്റെ പിന്നെ ലിറ്ററലി ഞാൻ തിയേറ്ററിൽ നിങ്ങളുടെ തലയെ കൈവച്ച് പോയി. എന്താടാ പണി വെച്ചവർക്ക്. പിന്നെ ഇവിടെ